ഒഴിവുകൾ നികത്തണമെന്നാവശ്യപ്പെട്ട് KSEBയിൽ ഇടതനുകൂല യൂണിയനുകൾ നടത്തുന്ന സമരം ഒത്തുതീർക്കാൻ സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് സർക്കാർ. യൂണിയൻ പ്രതിനിധികളുമായി മന്ത്രി K. കൃഷ്ണൻകുട്ടി ചർച്ച നടത്തും. കഴിഞ്ഞ 17-നാണ് പട്ടം വൈദ്യുതി ഭവന് മുന്നിൽ സമരം ആരംഭിച്ചത്. സമരം ഇത്ര ദിവസം പിന്നിട്ടിട്ടും മാനേജ്മെന്റും സർക്കാരും ഇടപെടാതിരുന്നത് ഇടത് കേന്ദ്രങ്ങളിൽ തന്നെ അമർഷത്തിന് കാരണമായിരുന്നു. പിന്നാലെയാണ് സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. സുനിഷ അയ്യല്ലൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ അയ്യല്ലൂർ, ഈ പവർ കട്ട് അവസാനിക്കുകയാണോ? ഇരുവരും ഒരുമിച്ച് ഇപ്പോൾ ചർച്ചയിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർക്കാർ അയയുമോ സുനിഷ? അരുൺ, അയ്യുമോ എന്നുള്ളത് തന്നെയാണ് ചോദ്യമായി വരുന്നത്. അത് ഏകദേശം വൈകുന്നേരം 4 മണിയോടുകൂടി അറിയാമെന്നുള്ളതാണ്. 4 മണിക്കാണ് മന്ത്രി യോഗം വിളിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ നിയമനം നടത്താത്തതുകൊണ്ട് വിവിധ തസ്തികകളിൽ ഈ ജീവനക്കാരില്ലാത്തതുകൊണ്ട് തന്നെ സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങൾ അവതാളത്തിലാകുന്നു എന്നതായിരുന്നു പ്രധാന പ്രശ്നമായി പറഞ്ഞിരുന്നത്. ഒപ്പം തന്നെ കരാർ ജീവനക്കാർക്ക് ശമ്പളം കൃത്യമായി നൽകണമെന്നൊരു ആവശ്യവും കൂടി ഉന്നയിച്ചിരുന്നു. ഈ 2 ആവശ്യം പറഞ്ഞുകൊണ്ടാണ് ഇടത് യൂണിയൻ തന്നെ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. ഇടത് അനുകൂല സംഘടന തന്നെ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു. ഒരുപക്ഷെ പട്ടം KSEB ആസ്ഥാനത്തിന് മുന്നിൽ ഈ 17 മുതൽ ഇത്തരത്തിൽ സമരത്തിലേക്ക് കടന്നൊരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും തന്നെ സർക്കാർ കൃത്യമായി ഇതിലൊരു ചർച്ചയ്ക്ക് വിളിക്കാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരെ ബോധിപ്പിക്കാനോ ഒന്നും തന്നെ ശ്രമിച്ചില്ല എന്നത് ഇടത് കേന്ദ്രങ്ങളിൽ തന്നെ അമർഷത്തിനടക്കം കാരണമാവുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് നിലവിൽ ഏതായാലും 10-14 ദിവസം പിന്നിട്ടെങ്കിൽ പോലും ചർച്ചയ്ക്ക് സർക്കാർ സന്നദ്ധത അറിയിച്ചിരിക്കുന്നത് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ മാനേജ്മെന്റ് പറഞ്ഞിരുന്നത് ഈ റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന തസ്തികകൾ, അനുവദിച്ചിരിക്കുന്ന തസ്തികകൾ, അതിലേക്കൊക്കെ തന്നെയും ഉടൻ നിയമനം നടത്തുമെന്നൊരു കാര്യം നേരത്തെ ഉറപ്പ് നൽകിയിരുന്നെങ്കിൽ പോലും, ഈ മാനേജ്മെന്റ് ഉറപ്പ് നൽകിയിരുന്നെങ്കിൽ പോലും അതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നൊരു പ്രശ്നമാണ് പ്രധാനമായും ഈ യൂണിയനുകൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് 5 മാസം കഴിഞ്ഞാൽ ഏകദേശം 1500-ലധികം ആളുകൾ വിരമിക്കുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിനിടയിൽ വീണ്ടും ഈ തൊഴിലാളികൾ ഇല്ലാതാവുന്നൊരു പശ്ചാത്തലം വരും. അത് വീണ്ടും പ്രതിസന്ധിയിലേക്ക് കടക്കുമെന്നതാണ്. ഒരുപക്ഷെ നമുക്ക് തന്നെ അറിയാം, പലതവണയും ഈ KSEBയിലെ ഈ ഓഫീസ് കയറിയുള്ള തർക്കമടക്കം പലപ്പോഴും കണ്ടതാണ്. ഓഫീസ് കയറി ആക്രമണമടക്കം ഉണ്ടാകുന്നത് പലപ്പോഴും ജീവനക്കാരില്ലാത്ത പ്രശ്നങ്ങൾ അത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ നിയമനം നടത്തേണ്ടതുണ്ട് എന്നൊരു കാര്യമാണ് നിലവിൽ പറയുന്നത്. അതിലേക്ക് എന്ത് തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുമെന്നുള്ളത് തന്നെയാണ്. മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് യോഗം ചേരുന്നത്. ആ യോഗത്തിൽ കൃത്യമായി ഈ യൂണിയനുകൾ ആവശ്യപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് പ്രതിഷേധക്കാർ നിലവിൽ അറിയിക്കുന്നത്. അരുൺ, ഓക്കെ, താങ്ക് യു. എന്തായാലും മഞ്ഞുരുകട്ടെ. അതേപോലെ ഈ KSEBയിലെ യൂണിയനും സർക്കാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഒരുക്കി തീരട്ടെ.